ഡീസലാണ്, മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ടോ? ഒരു 18 to 20 റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ, ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ടയർസ് ഒക്കെ നല്ലതാണ്, റീപ്ലേസ് ഒന്നുമില്ല, കമ്പനി സർവീസ് ഉണ്ട്, നല്ല വണ്ടിയാണ്. അതിൽ ആക്റ്റീവ് 2 ഡോർ പവർ ഉണ്ട്, സെൻട്രലൊക്കെ AC പവർ സ്റ്റിയറിംഗ്. അതിൽ എല്ലാം വർക്കിംഗ് ആണ്. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, നമുക്ക് ഒരു ജോബ് ഓപ്പണിംഗ് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ. അത്യാവശ്യം ഡ്രൈവിംഗ് കാര്യങ്ങളും നന്നായിട്ട് അറിയണം. പിന്നെ അത് കൂടാതെ വണ്ടീനോട് ഒരു താല്പര്യമുള്ള ഒരാൾക്ക് ഒരു വേക്കൻസി, അത്യാവശ്യം ബ്രാൻഡും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാൾ. കീട്ടിലൊരു വെടിക്കെട്ട് ഓഫർ വിലയിലാണ് അടുത്ത വാഹനം നമ്മളെ കാത്തിരിക്കുന്നത്. i10 ഗ്രാൻഡ് ആണ്, KL 4 രജിസ്ട്രേഷൻ. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? 2016 ഗ്രാൻഡ് i10 സ്പോർട്സ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഒറ്റ പേര് കേട്ടാൽ മതി, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. കാരണം എന്ന് വെച്ചാൽ സൂപ്പർ വീൽസിനാണ് നമ്മളുള്ളത് കോഴിക്കോട് പാറോപ്പടിയുള്ള സൂപ്പർ വീൽസ്. സ്വാഗതം ചെയ്യാം അനിരുദ്ധിനെ. അനിരുദ്ധെ, സ്വാഗതം. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൻ്റെ റെസ്പോൺസ്? നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരു വിധം വണ്ടിയൊക്കെ പോയിട്ടുണ്ട്. 2-3 വണ്ടി പെൻഡിങ് ഉള്ളതുണ്ട്, അത് ലോണിൻ്റെ ഒക്കെ പ്രശ്നമായിട്ടുള്ളത്. വേറെ ഒരു വിധം വണ്ടികളുണ്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ മുന്നേ വീഡിയോസ് കണ്ടവർക്കറിയാം, വില ഒട്ടും കൂടാത്തൊരു ഷോറൂമാണ്, ഒരിക്കലും കൂടാത്തൊരു ഷോറൂമാണ്. നല്ല വിലപ്പാകത്തിൽ, വെറുതെ ചെണ്ട വണ്ടികളല്ല, വിലപ്പാകത്തിൽ ചെണ്ട വണ്ടികൾ കിട്ടും, പക്ഷേ ചെണ്ട വണ്ടികളല്ലാത്ത നല്ല വണ്ടികൾ വിലപ്പാകത്തിൽ കിട്ടുന്ന ഷോറൂമാണ് സൂപ്പർ വീൽസ്. ചെണ്ട കൊടുക്കാൻ കുറേ പേരുണ്ടാവും, പക്ഷേ ചെണ്ട കൊടുക്കാത്തൊരു ഷോറൂമാണ് സൂപ്പർ വീൽസ് കോഴിക്കോട്. പാറോപ്പടിയാണ് ലൊക്കേഷൻ. മലപ്പുറം നിന്ന് വയനാട്ടിലോട്ടേക്ക് പാറോപ്പടി. സ്കൂളിൻ്റെ പേരെന്തായിരുന്നു നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ? സിൽവർ ഹിൽസ് ഫേമസ് സ്കൂളാണ്. ബസ് സ്റ്റോപ്പിൻ്റെ CC മെമ്മോറിയൽ ലൈബ്രറിൻ്റെ സൈഡിൽ. ഓക്കെ, അതാണ് ലൊക്കേഷൻ വരുന്നത്. ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാ സെഗ്മെൻറ്റ് വണ്ടികളും ഉണ്ട്. ഞാൻ ഇന്ന് ഇവിടെ കാണുന്ന വണ്ടികളും ഉണ്ട്, എല്ലാ വിലപ്പാകത്തിനും കൊടുക്കാം, നല്ല ക്വാളിറ്റി വണ്ടികളും. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ വണ്ടി ആർക്കെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ തീർച്ചയായും അവർ വണ്ടി എടുത്തിരിക്കും, അങ്ങനത്തെ വിലകളായിരിക്കും. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക, നിങ്ങൾക്ക് മിസ്സാവും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടു അല്ലേ. ആദ്യ വാഹനം നിസാൻ സണ്ണിയാണ്, KL 6 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? 2011 നിസാൻ സണ്ണി പെട്രോളാണ്. 11 നിസാൻ സണ്ണി പെട്രോളിൽ എക്സൽ എന്ന് പറഞ്ഞ വേരിയന്റ്. അതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ട്, സെൻട്രൽ ലോക്ക്, ഡ്യുവൽ എയർ ബാഗ്, ABS. ബാക്കിൽ മറ്റേ AC വരും. AC വെന്റ് ഉണ്ടാവും. AC വെന്റ് ഉണ്ടാവും, കമ്പനി മ്യൂസിക്, സ്റ്റിയറിംഗ് കൺട്രോൾ സാധനങ്ങൾ വരും. മിഡിൽ ഓപ്ഷൻ ആണ്, പക്ഷേ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. XV ഉണ്ട്, അതിലെ അലോയ്സ്, പുഷ് ബട്ടൺ, അങ്ങനത്തെ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളെ വരുള്ളൂ. ഒരു ഇതെല്ലാ സാധനം ഇത് വരും. ഇതിപ്പോൾ എത്ര ഓട്ടം പോയി? ഇത് 1.15 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് 3rd ആണ്, പെട്രോൾ. ഓക്കെ, നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, നല്ല വണ്ടി, ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല, ക്വാളിറ്റി വണ്ടി. കമ്പനി സർവീസ് ഉണ്ട്, ഏകദേശം ഒക്കെ ഒരു 1-10 വരെയൊക്കെ കമ്പനി സർവീസും ഉണ്ട്. ഓക്കെ, എത്ര കൊടുക്കുക? ഇത് നമുക്ക് 189 കൊടുക്കാം. 1,89,000 രൂപയ്ക്ക് ഒറിജിനൽ കേരള വണ്ടി, 2011 എക്സൽ മിഡിൽ ഓപ്ഷൻ, ഒരു നിസാൻ സണ്ണി. ഇത്രയും സ്പേസ് ഉള്ള, കുഴപ്പമില്ലാത്ത മൈലേജും കിട്ടുമല്ലോ. ഒരു 14-15 കിട്ടുമോ ലോങ്ങില്? 15-16 ലോങ്ങിൽ കിട്ടും. ടൗണിൽ 12-13. 1,89,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു. ലോണ് ചാൻസ് ഇല്ല. പിന്നെ ഈ വണ്ടി എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് പറഞ്ഞ സാധനം തീരെ ഉണ്ടാവില്ല. ടൊയോട്ടയുടെ വണ്ടി പറഞ്ഞ പോലെയാണ്, വളരെ ലോ മെയിൻ്റനൻസ് ആയിരിക്കും. ഒരു ജസ്റ്റ് ഒരു ബേസിക് സർവീസ് ഒക്കെ 10 ചെയ്താൽ മതി. അതൊരു 3,000-4,000 രൂപക്ക് നമുക്ക് കമ്പനി തന്നെ ചെയ്യാം. പുറത്ത് വെച്ചാൽ 2 രൂപക്ക് ചെയ്യാം. പിന്നെ കംപ്ലൈൻറ്റ്സ് തീരെ വരില്ല. അതാണ് അതിൻ്റെ ഒരു വീട്ടിൽ ഇപ്പോൾ വെറുതെ നിർത്തിയിട്ടാലും ഒന്നും പ്രശ്നങ്ങളൊന്നും വരില്ല. ഡീസൽ വണ്ടീൻ്റെ പോലെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത വണ്ടി. അപ്പോൾ നല്ല നീറ്റ് സണ്ണി വണ്ടിയുണ്ടോ അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് i20 ആണ് അടുത്ത വാഹനം. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2012 i20 സ്പോർട്സ് പെട്രോളാണ്. 12 സ്പോർട്സ് പെട്രോൾ, ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. അതിൽ ഫീച്ചേഴ്സ് വരെ എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ട്, സെൻട്രൽ ലോക്ക്, അലോയ്സ്, ഇലക്ട്രിക് മിറേഴ്സ്. പിന്നെ ഇത് സ്പോർട്സ് ഓപ്ഷനിലാണ്, അപ്പോൾ ഡേ ലൈറ്റ് റണ്ണിംഗ് ലാമ്പും കൂടെ വരും. ഓക്കെ, ലാസ്റ്റായിട്ട് ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ. ബാക്കിൽ വൈപ്പറും ഉണ്ടാവില്ല, പിന്നെ അതേപോലെ പാസഞ്ചർ എയർ ബാഗും ഉണ്ടാവില്ല. ബാക്കി ഒരു ഇതെല്ലാം ഫീച്ചേഴ്സ് വരും. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്, അലോയ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇൻബിൽഡ് റിവേഴ്സ് ക്യാമറയും വരും. പിന്നെ ഇതും വരും, വൈപ്പർ, ഓട്ടോ വൈപ്പേഴ്സും വരും. ഓട്ടോ വൈപ്പേഴ്സ് ഉണ്ടാവും അല്ലേ? എല്ലാ സാധനങ്ങളും വരുന്ന വണ്ടിയാണ്. ഓക്കെ, 2012 ആണ്. 12 സ്പോർട്സ് പെട്രോൾ വണ്ടി. വലിയ മെയിൻ്റനൻസ് സൈഡ് പേടിക്കണ്ട. ഇതേപോലെ തന്നെ പറഞ്ഞു അല്ലേ? അതെ.
മൈലേജ് ടൗണിൽ ഒരു 11-12, ഹൈവേയിൽ ഒരു 15 വരെയാണ് കിട്ടുക. ഇതിലും വേറെ റീപ്ലേസ്മെന്റ് ഒന്നും റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓണർഷിപ്പ് തേർഡ് ആണ്. 89,000 കിലോമീറ്റർ ആണ് ഓടിയത് വണ്ടി. 89,000 തേർഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് ഒരു ഗംഭീര ഓഫർ പ്രൈസ് ആയിട്ട് 1,98,000 രൂപ കൊടുക്കാം. 1,98,000 2012 i20 സ്പോർട്സ് പെട്രോൾ വണ്ടി. പുതിയ ഫ്ലൂഡിക് ഷേപ്പ് വരുന്ന i20. ഫ്ലൂഡിക് ഷേപ്പാണ്. എന്താ പറയുക, വേറെ വർക്കൊന്നുമില്ലല്ലോ? ഒരു വർക്കും ഇല്ല. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. ടയർസ് കുറവാണ്, 4 ടയർസും കുറവാണ്. എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. ഇൻഷുറൻസ് ഫുൾ കവർ, ഏപ്രിലോ മെയ് വരെ ഇൻഷുറൻസ് ഫുൾ കവർ. ഓക്കെ, അപ്പോൾ ഇതിൽ ലോൺ ചാൻസ് ഉണ്ടോ? ലോണ് ചാൻസ് കുറവായിരിക്കും. കിട്ടുകയാണെങ്കിൽ ഒരു 1 lakh ഒക്കെ കിട്ടുമായിരിക്കും. അതിൻ്റെ മുകളിലൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ, ലോണ് എടുക്കാൻ നിങ്ങൾ ആരെയും നിർബന്ധിക്കുകയല്ല. പക്ഷേ ലോണ് ഒരു വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളവർക്ക്, ചിലപ്പോൾ മാസ വരുമാനം അത്യാവശ്യമുള്ളവർക്ക് ലോൺ ഇട്ടിട്ട് ഒരു വണ്ടി എടുക്കണമെന്നുണ്ടാവും. മാസ വരുമാനം കുറവുള്ളവർ അവരുടെ വരുമാനത്തിനനുസരിച്ച് മാത്രമേ ലോൺ ഉണ്ടാവും. അല്ലാണ്ട് വണ്ടി എടുക്കാൻ വേണ്ടി ലോൺ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. എല്ലാവർക്കും ലോൺ കിട്ടൂല. ലോൺ കിട്ടുകയില്ല, അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു, ലോണിന് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ്. ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയല്ല. വണ്ടി എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അറിയാൻ വേണ്ടി പറയാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ഒരു എക്കോ സ്പോർട്ട് വന്നിരിക്കുകയാണ്. KL 11 രജിസ്ട്രേഷനാണ്, കോഴിക്കോട് വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2013 എക്കോ സ്പോർട്ട്, ഡീസൽ ടൈറ്റാനിയം. ടോപ്പിന്റെ തൊട്ട് താഴെ, പ്ലസിന്റെ താഴെയാണ്. വലിയ വ്യത്യാസം ഉണ്ടാവില്ല. എയർ ബാഗിന്റെ ഡ്യുവൽ എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അലോയ്സ്, റിയർ വൈപ്പർ വാഷർ, പിന്നെ കമ്പനി മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്. ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. മറ്റേ ലെതർ സീറ്റ് വരും. ഒരു നല്ല സാധനം വരുന്നുണ്ട്. ഡീസലാണ്. മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ടോ? ഒരു 18 to 20 റേഞ്ചിന് മൈലേജ്. ഓക്കെ, ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ടയർസ് ഒക്കെ നല്ലതാണ്. റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഉണ്ട്. ഓട്ടോ എത്ര കിലോമീറ്റർ? 1,45,000 ഓടിയിട്ടുണ്ട്. 1,45,000 ഡീസൽ ടൈറ്റാനിയം കോഡക്കോ സ്പോർട്ട് 2013 മോഡൽ അല്ല? ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് 3,95,000 രൂപ കൊടുക്കാം. അതിൽ ഏകദേശം ഒരു 3 lakhs വരെ നമുക്ക് ലോണും ചെയ്യാം. 3,95,000 2013 ടൈറ്റാനിയം ഡീസൽ എക്കോ സ്പോർട്ട് സിംഗിൾ ഓണർഷിപ്പ് 1,45 കമ്പനി സർവീസ് പോയ വണ്ടി അല്ലേ? ലോൺ കിട്ടൂല? ലോൺ കിട്ടും. 3 lakhs നമുക്ക് ലോൺ ചെയ്യാം. 3 lakhs വരെ 3 lakhs വരെ ചെയ്യാം. പിന്നെ സർവീസ് കോസ്റ്റ് ഒരു 4,000-5,000 ഫോർഡിന് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഫോർഡിന് പൊതുവെ ഭയങ്കര സർവീസ് കോസ്റ്റ് ആണെന്നാണ് പരാതി. തെറ്റിദ്ധാരണ. സർവീസ് കോസ്റ്റ് വളരെ കുറവാണല്ലേ? പിന്നെ പാർട്സ് ഒക്കെ എന്തെങ്കിലും റീപ്ലേസ് വരാൻ എന്തായാലും മാരുതിനെക്കാട്ടും കുറച്ചും കൂടെ റേറ്റ് അതൊക്കെ ഉണ്ടാവും. റെഗുലർ സർവീസിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ വണ്ടിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയതാണ്. അങ്ങനെ പോകണമെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ കംപ്ലൈൻസ് ഒന്നും വരാൻ ചാൻസ് കുറവാണ്. സാധാരണ വണ്ടീൻ്റെ പോലെ തന്നെയുള്ള മെയിൻ്റെനൻസ്. ഓക്കെ, ന്യൂ ഷേപ്പ് എക്സെന്റ് ആണ്. KL 21 നെടുമങ്ങാട് രജിസ്ട്രേഷനാണ്, തിരുവനന്തപുരം. അതാണ്. എങ്ങനെയാ ഇത് 2017 എക്സെന്റ് E+ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. E+ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, റിമോട്ട് സെൻട്രൽ ലോക്ക്, ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ഇത്ര സാധനങ്ങളുണ്ടാവും. അതിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡീസൽ വണ്ടിയാണ്. ഡീസൽ 1.2 ഡീസൽ. മൈലേജ് ഉണ്ടാവുമല്ലോ? അത് നല്ല മൈലേജ് ഉണ്ട്. ഹൈവേയിൽ എന്തായാലും 25-24 റേഞ്ച്. ഇത് 3 സിലിണ്ടർ വരുന്നല്ല? 3 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ നല്ല മൈലേജ് എന്തായാലും കിട്ടും. നല്ല മൈലേജ് ഉണ്ടാവും. ഇത് ഓണർഷിപ്പ് സെക്കൻഡ്, കിലോമീറ്റർ 1,05,000 കമ്പനി സർവീസ് ഉണ്ട്. 1,4 വരെ കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടിയാണ്, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് 3,45,000 കൊടുക്കുക. അതിൽ ഏകദേശം ഒരു 2,95-2,90 ഒക്കെ ലോണും ചെയ്യാം. 3,45,000 2017 E+ എക്സെന്റ് ഡീസൽ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ കമ്പനി സർവീസാണ്. എത്ര ലോൺ കിട്ടും? ലോൺ 290-95 ആ റേഞ്ചിൽ കിട്ടും. ഓക്കെ, വേറെ അഡീഷണൽ ഒന്നും ചെയ്യാനൊന്നുമില്ല അല്ലേ? ഇല്ല, വർക്കൊന്നുമില്ല. ടയർസും കാര്യങ്ങളും ഒക്കെ നല്ലതാണ്. വേറെ വർക്കൊന്നുമില്ല. സീറ്റ് കവറും ഒക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി. ഒരു ജനറൽ സർവീസ് ചെയ്യാൻ ഓടിക്കുക? അല്ല, ജനറൽ സർവീസും ചെയ്യണം. 1,4 ചെയ്തോ, 1,5 ശരി. ഒരു വർക്കും ചെയ്യാം. മെയിൻ്റെനൻസ് വരെ ഒരു 4-5 ലെവലിൽ കമ്പനിയിൽ സർവീസ് ചെയ്യാം. ശരി. അടുത്തത് ജീപ്പ് കോമ്പസ് ആണ്. KL 8 രജിസ്ട്രേഷൻ ആണ്. ഇങ്ങനത്തെ ഐറ്റംസ് സാറിന് കാണാറില്ലല്ലോ?
അതിപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് അനുസരിച്ച് എടുത്താൽ. ഓക്കെ. അതായത് 2021 ജീപ്പ് കോമ്പസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ വരുന്നത്, ലിമിറ്റഡിൽ 80th ആനിവേഴ്സറി എഡിഷൻ ആണ്. 80th ആനിവേഴ്സറി എഡിഷൻ. ഓക്കെ. ഇത് കോമ്പസിന്റെ ഫേസ് ലിഫ്റ്റഡ് വേർഷൻ ആണ്, ഏറ്റവും കിലോമീറ്റർ 1,02,000 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്, സിംഗിൾ ഓണർ ആണ്. അതിൽ വാറണ്ടി ബാക്കിയുണ്ട്. ജീപ്പിന്റെ വാറണ്ടി ഇനി 1 വർഷം 3 മാസം വാറണ്ടി ബാക്കിയുണ്ട്. ഓക്കെ. വാറണ്ടി തന്നെ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ അല്ല? 2021 അല്ല, 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ അല്ല, 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ. ഇത് മാനുവൽ ഗിയർ ആണ് വരുന്നത്. എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഹൈവേയിൽ ഒരു 16-17, ടൗണിൽ ഒരു 12 ആണ് കിട്ടുക. ഓപ്ഷൻ ലിമിറ്റഡ് അല്ല? ഓപ്ഷൻ ലിമിറ്റഡിൽ സൺറൂഫ് വരുന്ന വണ്ടിയാണ്. അത് 80th ആനിവേഴ്സറി എഡിഷനിൽ മൂൺ റൂഫാണ് അത്. ഏറ്റവും പാനോറമിക് സൺറൂഫ്. ഓക്കെ. വലിയ സൺറൂഫ് വരും. അത് 80th ആനിവേഴ്സറി എഡിഷനിൽ റൂഫ് വരുന്നതാണ്. പിന്നെ അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, 6 എയർ ബാഗ്, അങ്ങനെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ സെൻട്രലൊക്കെ അതെല്ലാം വരുന്നതാണ്. പിന്നെ ഇതിന് ഇൻഷുറൻസ് ഇപ്പോൾ പുതിയത് എടുത്താണ്. ബമ്പർ പുതിയ ഇൻഷുറൻസ് ഉണ്ട്. 4 ടയേഴ്സും പുതിയതാണ്. എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 14,75 കൊടുക്കാം. അത് നല്ല ഓഫർ പ്രൈസ് ആണ്. 14,75,000 രൂപയ്ക്ക് 2021 1,02,000 ഓടിയ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ, ലിമിറ്റഡ് ഓപ്ഷൻ, പാനോറമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന ജീപ്പ് കോമ്പസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം അല്ലേ? പുതിയ വണ്ടിക്ക് അറൗണ്ട് 32 lakhs ഉള്ളതാണ്. അതാണ് നമുക്ക് ഈ റേറ്റിന് കിട്ടുന്നത്. പാതി വിലയിൽ കുറഞ്ഞിട്ടാണ് കിട്ടുന്നത് ഈ ഒരു വിലയ്ക്ക്. അതിൽ പക്കാ കമ്പനി സർവീസ് ഉണ്ടല്ലോ. 12 ലക്ഷം രൂപ ലോണും ചെയ്യാം മാക്സിമം കിട്ടുന്നത്. സർവീസ് കോസ്റ്റ് ഒരു 15 മുതൽ 20 രൂപ വരെ, 15,000 കിലോമീറ്ററിലാണ് സർവീസ് വരും. അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്ക് ഒരു ജോബ് ഓപ്പണിംഗ് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ. അത്യാവശ്യം ഡ്രൈവിംഗ് കാര്യങ്ങളും നന്നായിട്ട് അറിയണം. പിന്നെ അത് കൂടാതെ വണ്ടീനോട് ഒരു താല്പര്യമുള്ള ഒരാൾക്ക് ഒരു വേക്കൻസി, അത്യാവശ്യം ബ്രാൻഡും കാര്യങ്ങളൊക്കെ അറിയുന്ന അതിനോടൊരു ഇഷ്ടമുള്ള ഒരാൾക്ക് അപ്പോൾ ഡ്രൈവിംഗ് അറിയണം. നമ്മളെ സ്ഥാപനം പോലെ തന്നെ ഒരു താല്പര്യത്തോടെ നടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ഒരു വേക്കൻസി ഉണ്ട്. കോൺടാക്ട് ചെയ്യാം. നമ്മൾ വീഡിയോ കൊടുക്കുന്ന അതേ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത് കോഴിക്കോട് ലൊക്കേഷനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഡെയിലി പോയി വരാനൊക്കെ സൗകര്യം. കോഴിക്കോടുള്ള ആളുകൾക്ക് ആരെങ്കിലും ഉണ്ട്? പ്രായപരിധി അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിൽ ടാറ്റ ടിയാഗോ KL 77 വണ്ടി, KL 7730. നല്ല അടിപൊളി നമ്പറാണല്ലേ? അടിപൊളി നമ്പറാണ്. ഓക്കെ. ഇത് 2015 ടിയാഗോ ഓട്ടോമാറ്റിക് പെട്രോൾ, 15 ഓട്ടോമാറ്റിക് പെട്രോൾ, XTA പെട്രോൾ, XTA ഓട്ടോമാറ്റിക്. അതിൽ 4 door പവറിൻ്റെ സെൻട്രൽ ലോക്ക് AC പവർ സ്റ്റിയറിംഗ്, ഹാർമാൻ്റെ മ്യൂസിക് സിസ്റ്റം വരും. പിന്നെ ഇലക്ട്രിക് മിറേഴ്സും വരും. അത്ര ഫീച്ചേഴ്സ് വരുന്നത്. ഓണർഷിപ്പ് അന്ന് ടോപ്പ് ആൻഡ് എക്സെറ്റ് അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണിത്. അതെ. അതിൽ മറ്റുള്ള എയർ ബാഗ് EBS ഒന്നും അത് രണ്ടുമില്ലുണ്ടാവും. ഓക്കെ. പിന്നെ ഇത് ഓണർഷിപ്പ് സിംഗിളാണ്. കിലോമീറ്റർ 68,000 ഓടിയിട്ടുണ്ട്. അത് ഒരുവിധമൊക്കെ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഓക്കെ. 68,000. ഓക്കെ. കുറേ കമ്പനി കയറിയിട്ടുണ്ട്, ബാക്കി പുറത്തുനിന്നുണ്ട്. അങ്ങനെ 2 സർവീസ് ഒക്കെ പുറത്ത് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു 90% കമ്പനി സർവീസ്. വേറെ മെക്കാനിക്കൽ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. 2018 XT ഓട്ടോമാറ്റിക് ടിയാഗോ നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റും? 395 കൊടുക്കാം. അതിന് ഏകദേശം ഒരു 325 ലോണും ചെയ്യാം. ഓക്കെ. 395-ന് 2018 ഓട്ടോമാറ്റിക് XT ഓപ്ഷൻ വരുന്ന ടിയാഗോ കൊണ്ടുപോകാം. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. മാക്സിമം ലോഡ് സൗകര്യം കിട്ടുന്നുണ്ട്. വേറെ വർക്കൊന്നും ഇതിലും അല്ല? ഇല്ല, വേറെ വർക്കൊന്നുമില്ല. മെയിൻ്റനൻസ് ആവറേജ് ഒരു 3 മുതൽ 5 വരെ കമ്പനി സർവീസ് ആണെങ്കിൽ. നല്ല അടിപൊളി ബ്ലാക്ക് ലിനിയ KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച വണ്ടിയാണല്ലേ ഇത്? ഒരാൾ ടോക്കൺ തന്നിരുന്നു, പക്ഷേ അയാൾക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല. അത് ശരി. ലോൺ എന്തായാലും കിട്ടൂല? ലോൺ കിട്ടില്ല. അത് തന്നെയാണ് പ്രശ്നം, ലോൺ കിട്ടില്ല. ഓക്കെ. റെഡി ക്യാഷ് ആയിട്ട്, അതായത് അമ്മ ലുക്ക് വണ്ടിയാണ്. അതെ. ഇത് പുതിയ മോഡൽ ലിനിയാണ്, ഫേസ് ലിഫ്റ്റഡ് ലിനിയാണ്. 2015 ഡിസംബർ ലിനിയ. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1.15 ഓട്ടം. അതിൻ്റെ ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. ഓക്കെ. ഇമോഷൻ പാക്ക് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ഇമോഷൻ പാക്ക്. ഓക്കെ. ഏറ്റവും ടോപ്പ് എൻഡ് 2015 ഡീസൽ അല്ല? ഓക്കെ. മൈലേജ് ഉണ്ടാവില്ല അത്യാവശ്യം? മൈലേജ് ഒരു 18 മുതൽ ഒരു 22 റേഞ്ചിൽ മൈലേജ് കിട്ടും. കോമൺ ആയിട്ട് വരുന്ന ഇഞ്ചിനാണ് സ്വിഫ്റ്റ്, അതിലൊക്കെ വരുന്ന ഇഞ്ചിനാണ്. ബോഡി മാത്രം തന്നെ വ്യത്യാസം. വേറെ റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അതിൽ ഫീച്ചേഴ്സ് വരാം. ഡ്യുവൽ എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4 door പവർ വിൻഡോ. പിന്നെ ഇത് വരും ഓട്ടോ ഹെഡ്ലൈറ്റ്സും, ഓട്ടോ വൈപ്പേഴ്സും, ക്ലൈമറ്റ് AC, കമ്പനി മ്യൂസിക് സിസ്റ്റം, ക്രൂസ് കൺട്രോൾ. ഓക്കെ. അത്രയും സാധനങ്ങൾ വരും. ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ്. നല്ലൊരു അടിപൊളി ബ്ലാക്ക് കളറും. ഫിയറ്റിന് ഇപ്പോഴും സർവീസ് ഉണ്ട്. ജീപ്പിൻ്റെ സർവീസ് സെൻറ്റർ തന്നെയാണ് ഫിയറ്റിൻ്റെ സർവീസ് ഒക്കെ വരുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കമ്പനിയിൽ സർവീസ് ആണെങ്കിൽ ഒരു 8,000-9,000 രൂപ വരും. അത് 15,000 കിലോമീറ്ററിലാണ് സർവീസ് ചെയ്യുക. പുറത്തുനിന്ന് വെച്ചാൽ നമുക്കൊരു 4,000-7,000
സർവീസ് ചെയ്യും. ഇതിൻ്റെ എല്ലാം വർക്കിംഗ് അല്ലേ? ഫംഗ്ഷൻസ് എല്ലാം എല്ലാം വർക്കിംഗ്. എല്ലാം വർക്കിംഗ്. അപ്പോൾ പ്രൈസ് അന്നത്തേലും കുറച്ചിട്ടുണ്ടോ? ഫൈനൽ റേറ്റ് ആക്കിയിട്ടുണ്ടോ? റേറ്റ് കുറച്ചിട്ട് അന്ന് തന്നെ കുറച്ചിട്ടാട്ടത്. നമുക്ക് 2.38 കൊടുക്കാം. ലോണ് ഒന്നും കിട്ടൂല. ലോണ് കിട്ടൂല, അത് ഫുൾ ക്യാഷ്, റെഡി ക്യാഷിനാണ്. 2,38,000 ഫൈനൽ റേറ്റ്. ലിനിയ 2015 ഡീസൽ ഇമോഷൻ പാക്ക് ഏറ്റവും ടോപ്പ് എൻ്റെ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. അടുത്ത വണ്ടി കിടിലൊരു വെടിക്കെട്ട് ഓഫർ വിലയിലാണ് അടുത്ത വാഹനം നമ്മളെ കാത്തിരിക്കുന്നത്. i10 ഗ്രാൻഡ് ആണ്, KL4 രജിസ്ട്രേഷൻ. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? 2016 ഗ്രാൻഡ് ഐറ്റൻ സ്പോർട്സ് ആണ്, ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. കമ്പനി മ്യൂസിക് സ്റ്റിയറിംഗ് കൺട്രോൾ, അത്ര സാധനമാണ്. അലോയ്സ് കാര്യമൊന്നും ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 68,000 കിലോമീറ്റർ ഓടിയത്. അത് കമ്പനിയിൽ 65 സർവീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. എത്ര കൊടുക്കാം? 295 കൊടുക്കാം. 295-ന് 2016 സ്പോർട്സ് ഓപ്ഷൻ വെറും 68,000 കിലോമീറ്റർ ഓടിയ വണ്ടി i10 ഗ്രാൻഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏകദേശം 12 മുതൽ 15-16 റേഞ്ച് മൈലേജും കിട്ടും. ഒരു ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നും റീപ്ലേസ് ഒന്നുമില്ല. പെയിന്റ് ഒക്കെ ചെറിയ ടച്ചപ്പ് ഒക്കെ പെയിന്റ് ടച്ചപ്പ് അല്ലാണ്ട് മെയിൻ റീപ്ലേസ് ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്, വേറെ മെക്കാനിക്കൽ കുഴപ്പമൊന്നുമില്ല. അല്ല, വില കേൾക്കുമ്പോൾ അങ്ങനത്തെ സംശയം വരും, അവിടെ ചോദിച്ചത്. 295-ന് കൊണ്ടുപോകാം അല്ലേ? 2016 ഫുൾ ലോണ്, സുഖമായിട്ട് ഒരു സിവിൽ ഇഷ്യൂസ് ഇല്ലാത്ത ആൾക്കാർക്ക് മാക്സിമം ലോൺ. അതേപോലെ നല്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കുഴപ്പമില്ലാത്ത ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ചെറിയ എമൗണ്ട് ആണ്. അപ്പോൾ എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിലും മികച്ചൊരു വില വേറെ കിട്ടൂല അല്ലേ? ഓക്കെ, പെട്ടെന്ന് വിളിച്ചു. അടുത്ത വണ്ടിയിലേക്ക് Volkswagen Jetta, ഒരു സെമി പ്രീമിയം കാറ്റഗറിയാണ്. KL18 വടകര രജിസ്ട്രേഷൻ. ഇതും നല്ല നമ്പറാണ്, 5 അല്ലേ? വെറും 5. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2011 ഡിസംബർ 26 ഇറങ്ങുന്നതാണ്. ലാസ്റ്റിലേക്കുള്ള Volkswagen Jetta ഹൈലൈന് ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. അതിൽ ഓട്ടോമാറ്റിക് ഗിയർ വരുന്ന വണ്ടിയാണ്. DSG ഓട്ടോമാറ്റിക്, 7 സ്പീഡ് ഓട്ടോമാറ്റിക് കഴിഞ്ഞ് വരിക. ഡീസൽ 2 ലിറ്റർ അല്ലേ വരുന്നത്? 2 ലിറ്റർ TDI ടർബോ ഡീസൽ DSG ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. ഏറ്റവും ടോപ്പ് എൻഡ് ജെറ്റ. കിലോമീറ്റർ കുറവാണ്, 110 ഓടിയിട്ടേ ഉള്ളൂ. ഏകദേശം ഏറെക്കുറെ കമ്പനി സർവീസും ഉണ്ട്. ഓക്കെ, ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് ക്രാക്കും ഉണ്ട്. ഞാൻ ഇവിടുന്ന് മാറിയതാണ്. അതിൻ്റെ തന്നെ മാറിയാണ്? ഞാൻ മാറിയതാണ്. അത് ക്ലെയിം ചെയ്ത് ഞാൻ മാറിയതാണ്. അതിൻ്റെ പ്രൂഫ് കാണിച്ചു കൊടുക്കാം അല്ലേ? പ്രൂഫ്. ഓക്കെ, ഒരു ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ഗ്ലാസ്സിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, അപ്പം ഞാൻ തന്നെ മാറിയത്. ഒരു പ്രീമിയം കാറ്റഗറി വെഹിക്കിളാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഡ്രൈവിംഗ് അപാര കംഫർട്ടാണ്. DSG ഗിയർ ബോക്സ് ആണ്, നല്ല കംഫർട്ട്. അതിൽ ഇതൊക്കെ വരുന്നുണ്ട്, പാഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ 6 എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ക്ലൈമറ്റ് AC, മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾ, ക്രൂസ് കൺട്രോൾ, സീറ്റ് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ്, എല്ലാ സാധനവും വരുന്നുണ്ട്. പിന്നെ മറ്റേ ഹെഡ്ലൈറ്റ്, ഓട്ടോ ഹെഡ്ലൈറ്റ്സ്, ഓട്ടോ വൈപ്പേഴ്സ്, ആ ടൈമിലുള്ള എല്ലാം പ്രീമിയം സെഗ്മെന്റ് ആണ്. പിന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ് വരാം. DSG ഗിയർ ബോക്സ് വരാം. അപ്പം അത് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടായിരുന്നു. ഒരു 15-ന്റെ അകത്തായിട്ടൊക്കെ മൈലേജ് കിട്ടും. ഇങ്ങനെ ഹൈവേയിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു 18-19 ഒക്കെ കിട്ടും. ടൗണിലൊരു 12-13 അത്രയും കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ ഹൈവേയിൽ നല്ലോണം പോലെ പോയാൽ നല്ല മൈലേജ് കിട്ടും. അത് ഒരുവിധം അല്ല, ഈ 2 ലിറ്റർ TDI ഒരുവിധം എല്ലാ വണ്ടിക്കും കിട്ടും. ഇപ്പോൾ ഓടി കാണിച്ചാലും ജർമ്മൻ ടെക്നോളജീൻ്റെ ഒരു ഗുണമാണ്. ജർമ്മൻ ടെക്നോളജീൻ്റെ കുറച്ച് ഫ്യൂവലിൽ നല്ല പവറിൽ പോകാൻ പറ്റും. മാക്സിമം എഫിഷ്യൻസി ആ ഒരു കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എത്രയാണ്? ഇത് നമുക്ക് 4.25 കൊടുക്കാം. അതിൽ ലോണൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നേരത്തെ മോഡലാണ്, അതുകൊണ്ടാണ്. 4,25,000 രൂപയ്ക്ക് 2011 TDI ഓട്ടോമാറ്റിക് ജെറ്റ ടോപ്പ് എൻഡ് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. സർവീസ് കോസ്റ്റ് കമ്പനിയിൽ നിന്ന് ചെയ്യാന്ന് വെച്ചാൽ ഒരു 15 രൂപ, 15,000 കിലോമീറ്ററുള്ള സർവീസ് വരെ കാണാം. പുറത്തുനിന്ന് ചെയ്യാന്ന് വെച്ചാൽ നേരെ പകുതി 7-6 റേഞ്ചിൽ ചെയ്യാം. അടുത്തൊരു സാൻഡ്രോ വന്നിരിക്കുകയാണ്. KL13 രജിസ്ട്രേഷനാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വണ്ടിയായിരുന്നു. അതേപോലെ ഒരാൾ 50,000 രൂപ ടോക്കൺ തന്നതിന്, പക്ഷേ അയക്ക് ബാക്കി ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല. തിരിച്ചു കൊടുത്തു. ഫണ്ട് തിരിച്ചു കൊടുത്തു. ഒരാളെ പൈസ വെറുതെ പിടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, തിരിച്ചു കൊടുത്തു. അതാണ്. അത് 2010 സാൻഡ്രോ GLS. അതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. ഓണർഷിപ്പ് 3rd or 4th ആണ്. കിലോമീറ്റർ 1.15 ഓട്ടം. 2010 സാൻഡ്രോനെ കൊണ്ട് ഈ ഓഗസ്റ്റിൽ റിന്യൂവൽ വരും. ഓഗസ്റ്റ് 2010 വണ്ടിയാണ്. ഈ ഓഗസ്റ്റിൽ റിന്യൂവൽ വരും. ഓക്കെ, ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. വേറെ വണ്ടി ഗുഡ് കണ്ടീഷനാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെയ്യുകയാണെങ്കിൽ എത്ര എമൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ കറക്റ്റ് എമൗണ്ട് 13,200 വരാം.
13 റോഡ് ടാക്സ്, ഗ്രീൻ ടാക്സ്, പിന്നെ റിന്യൂവലിൻ്റെ ചാർജ്, ഏജൻറ്റിൻ്റെ ചാർജ്. ഏജൻറ്റിന് ₹2 ചാർജ് ഉണ്ടാവും. ഏജൻറ്റ് ഇല്ലാതെ ചെയ്യാന്ന് വെച്ചാൽ 11,300 അതിലൊക്കെ ചെയ്യാം. പക്ഷേ ഏജൻറ്റ് വഴി ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോൾ 2010 സാൻഡ്രോ ആണ്. എല്ലാ ഫംഗ്ഷൻ വർക്കിംഗ് അല്ലേ ഇതിൻ്റെ? എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ്. നല്ല വണ്ടിയാണ്. വേറെ റിന്യൂവൽ എടുക്കാൻ ഇതിൻ്റെ മുകളിൽ പെയിൻറ്റ് അടിക്കാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഇതിന് എത്രയപ്പോൾ? ഇത് ₹99 കൊടുക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ റേറ്റാണ്. കാരണം ഇതിൻ്റെ മുകളിൽ വലിയൊരു പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ₹99 തന്നെ കൊടുക്കും. 99,000 രൂപയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കണ്ട ആൾക്കാരുണ്ടാവും കുറേ. ഇതേ പേപ്പറിലല്ലേ? ഇപ്പോഴുള്ള പേപ്പറിൽ റിന്യൂവൽ ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. അത് ഓഗസ്റ്റിൽ റിന്യൂവൽ വരാം. മാക്സിമം പോയ 2 മാസം മുന്നേ നമുക്ക് എടുക്കാം. ജൂലൈ അല്ലെങ്കിൽ ജൂണിലൊക്കെ എടുക്കാം. ഇപ്പോൾ റിന്യൂവൽ എന്തായാലും എടുക്കാൻ പറ്റില്ല. ഓക്കെ. ₹99 കൊണ്ടുപോകാം ഈ ഒരു വണ്ടി. അടുത്ത വണ്ടിയിലേക്ക് ഇതാ വീണ്ടും ഒരു എക്കോ സ്പോർട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട സെയിം ഷേപ്പ് തന്നെ, സെയിം രജിസ്ട്രേഷൻ, KL11 തന്നെ, സെയിം കളറും ഓൾമോസ്റ്റ് സെയിം കിലോമീറ്റർ ആണ്. അത് 145 147. ഇതെങ്ങനെ 2013 തന്നെയാ? അല്ലല്ല, അത് 14 പല വ്യത്യാസം. സെയിം വേരിയന്റ് 2014 എക്കോസ്പോർട്ട് ടൈറ്റാനിയം ഡീസൽ 147 ഓട്ടം, ഫുൾ കമ്പനി സർവീസ്, മേജർ സർവീസ് ഒക്കെ ചെയ്താണ്. 145 ലാസ്റ്റ് സർവീസ് ചെയ്തത്. ഓക്കെ. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർ തന്നെയാണ്. സിംഗിൾ ഓണർ. മൈലേജും ഒരുമാതിരി 18-20 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. ഡ്യുവൽ എയർബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, കമ്പനി മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾ. ഓക്കെ. ഇതിൽ വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. ഒന്നുമില്ല. പെയിന്റ് ടച്ചപ്പ് ഉണ്ട്. മറ്റേ വണ്ടീൻ്റെ പറഞ്ഞ പോലെ പെയിന്റ് ടച്ചപ്പ് എന്തായാലും ഇപ്പോൾ ഉണ്ടാവുമല്ലോ. കാരണം ഇത്രയും പഴക്കമില്ല. വേറെ റീപ്ലേസ് ക്വാളിറ്റി വണ്ടി. അത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് 4,15,000 കൊടുക്കാം. 4,15. 4,15 2014 ഡീസൽ ടൈറ്റാനിയം 147 ഓടിയ വാഹനം. 47. അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 325 മുതൽ 3.5 ആ റേഞ്ചിൽ ലോൺ കിട്ടും. 3.4-3.5 ഏകദേശം പ്രതീക്ഷിക്കാം. 3.5 ഒക്കെ നല്ല പ്രൊഫൈലും. ഇതൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, വേറൊന്നുമല്ല. നിങ്ങളുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പ്യൂർലി അതിന് അടിസ്ഥാനത്തില്ല. എല്ലാവർക്കും ഒരേ പെർസെൻറ്റേജ് ലോൺ കിട്ടില്ല. ഇപ്പം നമ്മളെന്താ ജോലി ചെയ്യുന്നത്, നമുക്ക് ജോലി ഉണ്ടോ, പിന്നെ അതേപോലെ നമ്മളെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, എത്ര ട്രാൻസാക്ഷൻ ഉണ്ട്, അതിനൊക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ലോൺ കിട്ടുക. അപ്പം ലോണിപ്പോൾ ഒരാൾക്ക് കുറഞ്ഞു പോയതിനെ കൊണ്ട് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പ്യൂർലി നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും അനുസരിച്ചിരിക്കും, ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ വണ്ടി വാല്യൂഷൻ വരും. എത്ര കിട്ടും വണ്ടിക്ക്? ഇപ്പോൾ ഒരു 4.25 ആയിരിക്കും വാല്യൂഷൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ 80% ആണ് ലോൺ കിട്ടുക. പക്ഷേ 80% കിട്ടണമെന്ന് വെച്ചാൽ എലിജിബിൾ ആയിരിക്കണം. എലിജിബിൾ ആൾക്കാർക്ക്. അടുത്ത വണ്ടി ഹോണ്ട സിറ്റിയാണ് അടുത്ത വണ്ടി. KL17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ ആണ്, എറണാകുളം ജില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് സിംഗിൾ ഓണർ 2014 പെട്രോൾ ഓട്ടോമാറ്റിക് സിറ്റിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 14 മോഡൽ. ഏത് ഓപ്ഷൻ? അത് SV എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. എസിൻ്റെ മേലെ വരുന്ന ഓപ്ഷനാണ്. അതിൽ ഒരുവിധ സാധനങ്ങളൊക്കെ വരും. ഡ്യുവൽ എയർബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, ഇലക്ട്രിക് മിറേഴ്സ്, AC ക്ലൈമറ്റ് വരും. പിന്നെ അതേപോലെ ക്രൂസ് കൺട്രോളും വരും. വരുന്നുണ്ട്. കമ്പനി മ്യൂസിക് സിസ്റ്റം വരും, സ്റ്റിയറിംഗ് കൺട്രോൾ വരും. അലോയ്സ് ഉണ്ടാവില്ല. റിവേഴ്സ് ക്യാമറ സെൻസറും ഇതിൽ ചെയ്തിട്ടുണ്ടല്ലേ അഡീഷണൽ. എന്തായാലും CVT ഗിയർ ബോക്സ് ആണ് ഓട്ടോമാറ്റിക് വരുന്നത്. CVT ഗിയർ ബോക്സ് വരും. നല്ല നമ്മൾ DSC-നെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല കംഫർട്ട് കാര്യങ്ങളാവും. ഈ ഹോണ്ട സിറ്റി അതിനെ കൊണ്ട് 1.5 ഇഞ്ചും വരും. അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ടാവും. തെറ്റില്ലാത്ത മൈലേജും കിട്ടും. ടൗണിൽ ഒരു 12, ഹൈവേയിൽ ഒരു 15-16 വരെയും കിട്ടും. ലോങ്ങിലൊക്കെ പോകുമ്പോൾ അത്രയും കിട്ടുന്നുണ്ട്. വേറെ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് ഫ്രണ്ട് ബമ്പർ മാറിയിട്ടുണ്ട്, ഒരു ഡോറും റീപ്ലേസ് ഉണ്ട്. ഏത് ഡോറാണ്? ബാക്ക് റൈറ്റ് സൈഡ്. ബാക്ക് റൈറ്റ് സൈഡ്. ഡോറ് മാത്രമേ മാറിയിട്ടുള്ളൂ? ഗ്ലാസ് ഇല്ല, ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഡോറ് മാത്രമാണ് മാറിയത്. അത് കമ്പനി സർവീസ് എന്തെങ്കിലും ഉണ്ടോ അതിന്? കമ്പനി നല്ല ചെയ്തത്, പുറത്ത് ചെയ്തത് അല്ല, വേറെ ഒന്നും നോക്കിയിട്ട് കണ്ടില്ലല്ലോ? ഇല്ല, മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. പിന്നെ ഓട്ടോമാറ്റിക് ഒരു ലേഡി യൂസ് ചെയ്താണ്. അവിടെ പെയിന്റ് ടച്ചപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പെയിന്റ് ടച്ചപ്പ് ഉണ്ട്. വേറെ ഉണ്ട്. ഓക്കെ. മേജർ ആയിട്ട് ഒന്നുമില്ല. ഗ്ലാസുകളൊന്നുമില്ല. പിന്നെ അതേപോലെ ഹെഡ്ലൈറ്റ് സാധനങ്ങൾ അങ്ങനത്തെ ഒന്നും മാറിയില്ല. ഫ്രണ്ട് ബമ്പർ മാത്രമേ ഉള്ളൂ. ബമ്പർ മാത്രമേ മാറിയുള്ളൂ. ഓക്കെ. 2014 CVT ഓട്ടോമാറ്റിക് സിറ്റിയാണ്, പെട്രോള്. ഇതിപ്പോൾ എത്രയാണ്? ഇത് നമുക്ക് നല്ലൊരു ഗംഭീര ഓഫറിൽ കൊടുക്കാം. എന്ന് വെച്ചാൽ കിലോമീറ്ററും കുറവ്. ആകെ 56,000 ഓടിയത്. അത് പറഞ്ഞില്ല തോന്നുന്നുണ്ട്. ഓക്കെ. 4,68 കൊടുക്കുക. അതിൽ 4 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 4,68 68,000 രൂപ വേണ്ട നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇറക്കി കൊണ്ടുപോകാം. ഓട്ടോമാറ്റിക് CVT SV ഓപ്ഷൻ വരുന്ന ലോ കിലോമീറ്റർ സിറ്റി ഓട്ടോമാറ്റിക് വണ്ടി കൊണ്ട് 56 ഓടിയിൽ 56 സർവീസിങ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ സർവീസ് കോസ്റ്റും കുറവാണ്. ഒരു 4,005 രൂപ കമ്പനി സർവീസ് ചെയ്താൽ തന്നെ അത്രയും വരും. മാക്സിമം അത്രയും വരും. ഫിയറ്റ് പുണ്ടോട് അടുത്ത വാഹനം. KL5 രജിസ്ട്രേഷൻ. ഇതാ ഒരു പെയിന്റിംഗ് ബൂത്തിലാണ് നമ്മളുള്ളത്. പെയിന്റ് അടിച്ചുകൊടുക്കുക. എങ്ങനെ അടിച്ചാലും പെയിന്റിംഗ് ബൂത്തിനെ അടിക്കുള്ളൂ. ക്വാളിറ്റിയിലെ പെയിന്റ് അടിക്കുള്ളൂ. അതെ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2014 പുണ്ടോ ആക്റ്റീവ്, സെക്കൻഡ് ഓണർ, ഡീസലാണ്. 1,08,000 കിലോമീറ്റർ. ക്വാളിറ്റി വണ്ടിയാണ്. മേജർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്.
നല്ല വണ്ടിയാണ്. അതിൽ ആക്റ്റീവ് അല്ല, ആക്റ്റീവ്ലി 2 ഡോർ പവർ ഉണ്ട്, സെൻട്രലൊക്കെ AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ, അതിൽ സ്റ്റീരിയോ എല്ലാം വർക്കിംഗ്. ഓക്കെ. ചോദിക്കുന്ന റേറ്റ് 1,88,000. എവറേജ് ടയേഴ്സ് ആണ് 1,18,000. 1,88,000. 88. ഓക്കെ, 1,88,000. 2014 ഡീസൽ പുണ്ടോ, അത്യാവശ്യം നല്ലൊരു മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ്. 18 to 20 മൈലേജ് ഉണ്ടോ, ലോണ് കാര്യങ്ങൾ കിട്ടില്ല. ഇവർ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഫോർഡും. ഓക്കെ, ഫിയറ്റ് ഫോർഡും. ഓക്കെ ഓക്കെ. അടുത്തൊരു സ്വിഫ്റ്റ് ആണ്. ഇവിടെ അങ്ങനെ കാണാത്ത റേറ്റ് ആണ് സൂപ്പർ വൈസിൽ. KL11 വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 സ്വിഫ്റ്റ് VXi. ഓക്കെ. ഓണർഷിപ്പ് സിംഗിള്, 39,000 കിലോമീറ്റർ. എത്ര? 39. 39. ഓക്കെ, 39 കിലോമീറ്റർ. ടയേഴ്സ് 4 പുതിയത് കിട്ടതാണ്. ഓക്കെ. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എയർ ബാഗ്, ABS, ഇലക്ട്രിക് മിറർ, കമ്പനി മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് ഉണ്ട്. ഓക്കെ, സാധനങ്ങളായിരുന്നു. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ഉണ്ട്. ഇന്ന് റേറ്റ് വരുന്നത് 5,48,000. അതിലൊരു 4,60,000 ആ റേഞ്ചിൽ ലോണും ചെയ്യാം. 5,48 അല്ല? ഓക്കെ. ഒരു 1 lakhിൻ്റെ അകത്ത് കണ്ടാൽ ഇറക്കാൻ പറ്റുന്നൊരു വണ്ടി അല്ലേ? 2018 പറഞ്ഞേ? 18 ഈ പുതിയ ഷേപ്പ് വരുന്നത്. തുടക്കത്തിലുള്ള ഷേപ്പ് അല്ല? 18 VXi ആണ്. കോഴിക്കോട് രജിസ്ട്രേഷനാണ്. 5,48 കൊണ്ടുപോകാം ഈ ഒരു സ്വിഫ്റ്റ്. മാക്സിമം ലോണുണ്ട്. വേറെ വർക്കൊന്നുമില്ലല്ലോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന് നല്ല മൈലേജ് കിട്ടും. എനിക്ക് തോന്നുന്നു ഹൈവേയിൽ ഒരു 18-20 റേഞ്ചിൽ കിട്ടും. പിന്നെ സർവീസ് കോസ്റ്റും കുറവാണ്. ഒരു 5 രൂപ 4 രൂപ. അടുത്ത വണ്ടിയിലോട്ടോ. നമ്മൾ തുടങ്ങിയതൊരു വൈറ്റ് സണ്ണിയിലാണ്. നമ്മൾ അവസാനിപ്പിക്കുന്നത് ഒരു ബ്ലാക്ക് സണ്ണിയിലാണ്. മറ്റേത് KL6 ആയിരുന്നു, ഇത് KL7. എടുത്തടുത്തുള്ള സ്ഥലമാണ്. മോഡൽ എല്ലാം സെയിം ആണോ? അല്ല, ഇത് 2013 ഡീസൽ അല്ല പെട്രോളാണ്. നേരത്തെ 11 പെട്രോൾ, ഇത് 13. ഇത് 13 പെട്രോൾ സണ്ണി എക്സൽ. സെയിം വേരിയൻ്റ് ആണ്. സെയിം വേരിയൻ്റ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഡ്യുവൽ എയർ ബാഗ്, ABS, കമ്പനി മ്യൂസിക് സിസ്റ്റം. ഓക്കെ. ബാക്കിൽ മറ്റേ AC-ൻ്റെ ഒരു വെൻറ്റും ഉണ്ടോ. ഓക്കെ. ടയേഴ്സ് ഫ്രണ്ടിലുണ്ട്. ടയേഴ്സും പുതിയതാണ്. ബാക്കിൽ ആവറേജ് ടയേഴ്സുകളും. ഇതിലും വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല? ഒന്നുമില്ല അല്ലേ? ഓക്കെ. അപ്പോൾ എത്രയാണ് പ്രൈസിങ്? ഇത് റേറ്റ് വരുന്നത് 2,27,000. അതിൽ നമുക്ക് ഇതിന് ലോൺ കിട്ടണോ? ഇതിനൊരു 1,40,000 ലോൺ. കുറച്ച് മോഡൽ കൂടിയില്ല? കേരള വണ്ടി തന്നെ അല്ലേ? ഒറിജിനൽ കേരള സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ വണ്ടി. 2013 XL സണ്ണിയാണ്. ഓക്കെ. മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്നുണ്ട്. വേറെ വർക്കൊന്നുമില്ല. എടുത്തിട്ട് ലോ മെയിൻ്റനൻസിൽ കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ലോ മെയിൻ്റനൻസിൽ കൊണ്ടുനടക്കാൻ. മൈലേജ് ഒരു സിറ്റിയിൽ ഒരു 12, ഹൈവേയിൽ ഒരു 15 ആ റേഞ്ചിൽ മൈലേജും കിട്ടും. മെയിൻ്റനൻസ് ആണ് ഹൈലൈറ്റ്. തീരെ മെയിൻ്റനൻസ് വരില്ല. ഓക്കെ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്ന് കാണിച്ച സ്റ്റോക്കുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, കുറച്ച് വണ്ടികൾ നമ്മൾ ലോൺ കിട്ടാത്തതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ക്യാഷിൽ മാത്രം വരിക. അത് ഇൻട്രസ്റ്റ് ആയിട്ട് വണ്ടിയുടെ ലുക്ക് കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ റെഡി ക്യാഷ് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, ലോൺ കിട്ടൂല. അത് പ്രൊഫൈലും ട്രാക്കൊന്നുമല്ല, ലോൺ കിട്ടാത്ത വണ്ടിയാണ്. അതുകൊണ്ടാണ് ലോൺ കിട്ടാത്ത വണ്ടികൾ. അതാണ്. അതുകൊണ്ട് അങ്ങനത്തെ വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ റെഡി ക്യാഷിന് മാക്സിമം നോക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഉണ്ട്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർസ്, ലൈക്ക്, സപ്പോർട്ട് തരിക. വിട്ടുപോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. എല്ലാവർക്കും നന്ദി. നന്ദി. ബൈ.